ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും പരീക്ഷാ തിരക്കിലൊക്കെ ആയിരിക്കില്ലേ? നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ചോദ്യം പറഞ്ഞു തരാനാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണണം. ഒപ്പം നമ്മുടെ കോണ്ടന്റ് വീഡിയോസും എല്ലാം കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടീച്ചർ വളരെ പെട്ടെന്ന് ഒരു പരീക്ഷ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ഇട്ടുതരാൻ പോവാണ്. വിശകലന കുറിപ്പ് തയ്യാറാക്കുക. മിക്ക പരീക്ഷയിലും എല്ലാ പരീക്ഷയിലും കാണുന്ന ഒരു ചോദ്യമാണ് വിശകലന കുറിപ്പ് തയ്യാറാക്കുക. അണ്ണാറക്കണ്ണനും തന്നാലായത്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന ഈ ഒരു ശൈലിയുടെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അത് എന്താണ് പറയുന്നത്, ഇതിന്റെ ഒരു ആശയം എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് കഴിയുന്ന പോലെ നാം മറ്റുള്ളവരെ സഹായിക്കണമെന്നാണ് ഈ ചൊല്ലിന്റെ അർത്ഥം കേട്ടോ. നമുക്ക് കഴിയുന്ന പോലെ നാം മറ്റുള്ളവരെ സഹായിക്കണം അല്ലെ. അണ്ണാറക്കണ്ണനും തന്നാലായത്. അപ്പൊ പരീക്ഷയ്ക്ക് വരെ ഇങ്ങനെ ആയിരിക്കില്ല, ഏതെങ്കിലും ഒരു കഥയില് ഈ ഒരു ആശയം ഉണ്ടാവും അല്ലെ. ഈ ഒരു ആശയം ഉണ്ടാവും, അത് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ വിശകലനം ചെയ്യേണ്ടത്. ടീച്ചർ ഇത് കുറച്ചുകൂടെ വിശദമായിട്ടെന്ന് എഴുതി തരാം. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അണ്ണാറക്കണ്ണൻ ശ്രീരാമൻ സീതയെ തിരിച്ച് കൊണ്ടുവരാൻ അല്ലെ, ശ്രീലങ്കയിലായിരുന്നു ആരുള്ളത്? നമ്മുടെ സീത അല്ലെ. ആര് തട്ടിക്കൊണ്ടുപോയതാണ്? രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതാണ്. അപ്പോൾ സീതയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയിൽ നിന്നും ഇവിടേക്ക് ഒരു പാലം പണിയുവാൻ ശ്രീരാമൻ ആരെ ഏൽപ്പിക്കുകയാണ്? ഹനുമാനെയും കൂട്ടുകാരെയും ഏൽപ്പിക്കുകയാണ് അല്ലെ. ഹനുമാൻ എന്ന് പറയുന്നത് കുരങ്ങൻ, നിങ്ങൾക്കറിയാം അല്ലെ ഹനുമാൻ. അപ്പോ ഹനുമാന്റെ ചുമതലയിലുള്ള കുരങ്ങന്മാരുടെ ഒരു സംഘത്തെയാണ് ഈ ജോലി ഏൽപ്പിക്കുന്നത്. ആര്? ശ്രീരാമൻ അല്ലെ. പണി പുരോഗമിക്കുന്നതും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ എന്ത് ചെയ്യാണ്? ശ്രീരാമൻ അവിടെ ചെന്ന് നോക്കുകയാണ്. ആ സമയത്ത് മറ്റുള്ളവരൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു അണ്ണാറക്കണ്ണൻ എന്ത് ചെയ്യുന്നു? അണ്ണാറക്കണ്ണൻ ആ പുഴയില് വെള്ളത്തിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? ശരീരം ഓരോ പ്രാവശ്യവും പുഴയിൽ പോയിട്ട് ശരീരം ഇങ്ങനെ നനയ്ക്കുകയാണ്. അപ്പൊ നനഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് പറ്റും? മണ്ണ് പറ്റും അല്ലെ. അപ്പൊ മണ്ണ് പറ്റും, നമുക്കറിയാം. അപ്പോ നമ്മുടെ അണ്ണാറക്കണ്ണൻ ഓരോ പ്രാവശ്യവും പുഴയിൽ പോയി ശരീരം നനയ്ക്കുകയും പിന്നീട് മണ്ണിൽ ഉരുണ്ട് പാലത്തിൽ വന്നിരിക്കും. അപ്പോ അത്രയും മണ്ണ് ആ പാലത്തിലെത്തും അല്ലെ. വളരെ കുറച്ചാണ്, ചെറിയ ശരീരമാണ് അണ്ണാറക്കണ്ണൻ്റെത് അല്ലെ. എന്നിട്ട് പോലും അണ്ണാറക്കണ്ണന്റെ ആ ഒരു പ്രവൃത്തി ആർക്കിഷ്ടായി? നമ്മുടെ ശ്രീരാമൻ ഇഷ്ടായി. ശ്രീരാമൻ ഇങ്ങനെ തടവി കൊടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ അണ്ണാറക്കണ്ണന്റെ മുതുകില് ആ ഒരു വരകൾ കാണുന്നത് എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അണ്ണാറക്കണ്ണൻ ആ ചെറിയ ശരീരവും വെച്ച് തനിക്കാവുന്ന കാര്യം ചെയ്തു. അണ്ണാറക്കണ്ണനും തന്നാലായത്. അങ്ങനെ നമുക്കും ചെയ്യാൻ കഴിയും. നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്കും ചെയ്യാൻ തയ്യാറാവണമെന്നാണ് ഈ ഒരു ചൊല്ലിന്റെ അർത്ഥം. മറ്റേത് ചൊല്ല് വന്നാലും നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ട് വിശകലനം ചെയ്യാട്ടോ. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട്, മറ്റൊരു നല്ലൊരു ചോദ്യവുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ.